ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഒളിച്ചോട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഗൈസ്. 2 ദിവസമായിട്ട് ഒരു ഒളിച്ചോട്ടം ഇങ്ങനെ കടന്ന് കറങ്ങുന്നു. സാധാരണ ആരും അറിയാതെ ഓടുന്ന ഓട്ടത്തിനാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ എവിടെങ്കിലും ആരെങ്കിലും ഒളിച്ചോടിയാൽ തന്നെ ഇപ്പൊ വാർത്തയാകും എന്നുള്ളതാണ്. മനോരമ ഓൺലൈനകത്ത് വന്നതാണ്. 19-കാരിക്കും 31-കാരനോ യൂട്യൂബർ ദേവപ്രിയയുടെ വിവാഹ വാർത്തകൾ പിന്നാലെ വിമർശനവും. അടുത്തത്, ഭർത്താവിന്റെ പ്രായം തുറന്നു പറഞ്ഞ് ദേവപ്രിയ. അവൾക്ക് 17 വയസ്സായപ്പോൾ അയാൾ വിവാഹാഭ്യർത്ഥന നടത്തി ആരോപണമായി സഹോദരൻ. അങ്ങനെ ഇതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് കുറിപ്പുകളും പോസ്റ്റുകളുമാണ് ഇങ്ങനെ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് എന്താണ് സംഭവം, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ആദ്യം നോക്കാം. ദേവപ്രിയ ഇതാണ് കൊച്ചു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ 90s കിഡ്സ്, 90s-ലെ 80s-ലേക്ക് അമ്മാവന്മാരെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊച്ചാണ്. കൊച്ചിന്റെ വീഡിയോസ് ഒക്കെ നല്ലതാണ്, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. ഏതാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ 220 സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,20,000 പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഒക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. കൊച്ചിന് 19 വയസ്സേ ഉള്ളൂ. കൊച്ചി ഇപ്പൊ ഒരു 31 വയസ്സുള്ള ഒരു ചേട്ടന്റെ കൂടെ ഒളിച്ചോടി. ഇതാണ് സംഭവം. അപ്പോ ഇവരുടെ വിവാഹ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നു. അത് വേറൊരു അക്കൗണ്ടിൽ കൂടെയാണ് ഇവര് വിവാഹത്തിന്റെ ഒക്കെ ഫോട്ടോ പുറത്ത് വിട്ടത്. ഇതാ ഒളിച്ചോടി പോയ പുള്ളി ജിതിൻ കെ മനോജ് എന്നാണ് പുള്ളിയുടെ പേര്. ഗുരുവായൂർ വെച്ചിട്ട് കണ്ടായിരുന്നു കല്യാണം. 2 ദിവസം മുമ്പ് പോയിരുന്ന കല്യാണത്തിന് പങ്കെടുക്കായിരുന്നു. എന്തെല്ലാവട്ടെ, എനിക്ക് വെച്ച് ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞേ. അപ്പോ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കല്യാണം. എല്ലാവരും നേരത്തെ വല്ല വീഡിയോയുടെ ഷൂട്ട് വല്ലതും ആയിരിക്കുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇത് ഒളിച്ചോട്ടം ആണ് എന്ന്. അങ്ങനെ ഇതിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പെണ്ണിന്റെ ചേട്ടനാണ്. ഈ കൊച്ചിന്റെ ഈ 220K ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ചേട്ടനാണ്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പുമായിട്ട് വരുന്നു ഈ ഒളിച്ചോട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അത് കഴിഞ്ഞ് ദേവപ്രിയ അതിന്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നു. വേറെ മെയിൻ അക്കൗണ്ട് ഇപ്പൊ നിലവിൽ കാണുന്നില്ല. 2.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ഇപ്പൊ നിലവിൽ കാണുന്നില്ല. ദേവപ്രിയ വേറൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദേവപ്രിയ MB എന്ന് പറയുന്ന വേറൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അക്കൗണ്ടിൽ ഇപ്പം വീഡിയോ ഒന്നും ഇല്ല. ഉണ്ണിയുടെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു. ഗ്രേറ്റ്ഫുൾ ടു ദോസ് ഹു ടുക്ക് മൊമെന്റ് ടു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ബ്രോ. ഉണ്ണി വ്ലോഗിലെ ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുരോഗമനവാദിയുടെ വക്താവാണല്ലോ. അപ്പൊ പിന്നെ പുള്ളി അങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ. പുള്ളി പറയുന്നത് കേട്ടൊന്നും വലിയ പുളകം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. വോട്ടവർ അവരുടെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ പ്രായമൊന്നും ഇവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പെണ്ണിന് 19 വയസ്സ് പ്രായപൂർത്തിയായി, അങ്ങനെയൊക്കെ 31 വയസ്സ്, വെറും ഒരു 12 വയസ്സ് ഡിഫറൻസ്. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പൊ എന്റെ അമ്മയും അച്ഛനും തമ്മിലൊക്കെ ഏതാണ്ട് ഇത്രത്തോളം വയസ്സ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇതിനേക്കാൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പലരുടെയും വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ ഈ നല്ലൊരു 10+ ഇയേഴ്സിനൊക്കെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടെന്ന് അവർ ജീവിക്കുന്നില്ലേ? ഇപ്പൊ ഈ ഫഹദ് ഫാസിൽ നസറിയൊക്കെ കല്യാണം കഴിച്ച സമയത്ത് കുറെ ആൾക്കാർ ഇവനെ കിട്ടിയുള്ള ഇത്രയും പ്രായമുള്ള ഇവനെയാണോ ഈ നസറിയെ കല്യാണം കഴിക്കുന്നത് ചോദിച്ചിട്ട് ഇത്രയും കാലമായിട്ട് അവര് നല്ല ഒന്നിച്ച് അടുത്തായിട്ടല്ലേ ജീവിക്കണേ. ഇതുവരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈശ്വരൊന്നും വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ അതും എന്റെ തലയില്ല. ഒന്നാമത് ഈ ഒരു സിനിമ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഫീൽഡിൽ നിന്നുള്ള 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഫഹദും നസറിയും കല്യാണം കഴിച്ചിട്ട് അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ചിലപ്പോൾ അവിടെ ഒരു ഇമ്മച്യൂരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഏജ് ഡിഫറൻസ് ഒരു ഫാക്ടർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ, അറ്റ്ലീസ്റ്റ് ഇവിടെ ആ പയ്യൻ അത്യാവശ്യം ഒരു മെച്യൂർഡ് ആണ്, വെൽ മെച്യൂർഡ് കാര്യമാണ്. 31 വയസ്സ്. അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അവൻ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരുത്തനാണ്. അല്ലാതെ ഈ എന്താ പറയാ, ഇല്ല മൊട്ടത്തോടും തലയും വെച്ചോണ്ട് 2 ഒളിച്ചോടി പോയൊന്നും അല്ലല്ലോ. ചെറുക്കൻ 21, പെണ്ണിന് 19. ഇത് ഈ ഞഞ്ഞാവിഞ്ഞ മാത്രം അറിയത്തോളം കൊണ്ടുപോയിട്ട് പാടി നമുക്ക് കല്യാണം കഴിക്കാം എന്നും പറഞ്ഞ് പോയി കല്യാണം കഴിച്ചൊന്നുമല്ലോ. ഒരുത്തിന് അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരു 2 കൂടാന്നല്ലോ പോയത്. അങ്ങനെങ്കിലും വിചാരിച്ച് സന്തോഷിക്കുക കുടുംബക്കാരെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇന്നാള് റെനയെ പറ്റി ഞാൻ എന്തോ പറയുന്നു. ബിഗ് ബോസിലെ റെന വന്നു. പ്രായം ഒരു പരിധിയല്ലെന്ന്. മോളെ, പ്രായം ഒരു പ്രശ്നമൊന്നും അല്ല. ഇപ്പൊ നീ നിന്റെ കാമുകന്റെ ഇത് കണ്ടിട്ട് സീരിയസ്ലി എനിക്ക് ഒരുമാതിരി ഇല്ല, പാലുകൂടി മാറാത്ത 2 പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ച് നടക്കുന്ന പോലാണ് എനിക്ക് തോന്നിയത്. നിനക്ക് കുഴപ്പമൊന്നും കാണാതെ നിങ്ങൾ വെൽ മെച്ചോർഡ് ആയിരിക്കും. ഓക്കെ, നീയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാൽ മതി. നമുക്കതേ പറയാനുള്ളൂ. ഞാൻ അന്ന് ആ വീഡിയോ എടുത്ത് ചെയ്തപ്പോഴത്തേക്ക് റെന എന്നെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾ പീക്കർ പിള്ളേരാണ്, അതുകൊണ്ടാണ് ഞാൻ സീരിയസ്ലി വിട്ടത്. അല്ലാതെ എന്നെ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നവരൊന്നും ഞാൻ ഇങ്ങനെ വെറുതെ വിട്ടിട്ടില്ല. ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. ഞാനങ്ങ് വലിയ കുണാണ്ടറാണെന്നൊന്നും പറയുന്നതല്ല. ഞാൻ നല്ല ഇരുത്തി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് തന്നെ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ഈ ചെറുപ്രായത്തില് ഈ മൊട്ടത്തോടും തലയിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടും തേരാപ്പാരം നടക്കുന്ന പ്രായത്തില് തന്റെ റിലേഷൻഷിപ്പ് വന്ന് സോഷ്യലി പബ്ലിക് ആക്കി നടക്കുന്ന ടീംസ് ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി, പ്രത്യേക സാഹചര്യത്തിൽ ബ്രേക്കപ്പ് ആയി, അവൻ അടി കൂടെ വേറെ പരിപാടി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് അങ്ങനെ പോകാറുണ്ട്. നമ്മൾ കാണുന്നതാണ്, കുറെ കേസസ് കാണുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വോട്ടവർ നമ്മൾ
ആ ഒരു കാര്യം വിട്, ഇതിനകത്തോട്ട് വരാം. അപ്പം ദേവപ്രിയയുടെ ചേട്ടന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടേക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് പുള്ളിക്കാരന്റെ എക്സ്പ്ലനേഷൻ. ഹായ് ഫാമിലി, ഐ ആം ദേവുസ് ബ്രദർ, വൺ ഹു ഹാൻഡിൽഡ് ഹർ അക്കൗണ്ട്, wrote her content script, manage everything behind. ഓക്കെ, പുള്ളിക്കാരനാണ് ഇവരുടെ കണ്ടന്റ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, മാനേജ് ചെയ്യുന്നത്, എല്ലാം ഓഫ് ദി സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരനാണ്. There have been many questions regarding her marriage and I feel it's important to clarify a few things. I always respect my audience. You are ones who built us. Okay, കുറച്ച് ക്ലാരിറ്റി ഒളിച്ചോട്ടമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒളിച്ചോട്ടത്തിലുള്ള ക്ലാരിറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. വൈ ദ സഡൻ മാരേജ്, എന്തുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചു? നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഷീ എലോപ്ഡ് വിത്ത് ഹിം ഫ്രം കോളേജ് വിട്ടപ്പോഴേ അവൾ ആ വഴിക്കും കൂടി എന്നാണ് പറയുന്നത്. അവർക്കും വലിയ ധാരണയില്ലെന്നാണ് ചെറുക്കൻ പറയുന്നത്. ദിസ് വാസ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്ടഡ് ഫോർ അസ്. നമുക്കും ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നേ. ഹി ഈസ് 31+. 31+ months ആയിരിക്കും ഉദ്ദേശിച്ചത്. ആൻഡ് എ സൈക്കോളജിസ്റ്റ് 19 years old thought and decision can change with time. പുള്ളിക്കാരന് 31 വയസ്സ്, പെൺകുട്ടിക്ക് 19 വയസ്സ്. ഡിസിഷൻ ക്യാൻ ചേഞ്ച് വിത്ത് ടൈം ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഹി ഷുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് എന്നും പറഞ്ഞാണ് പറയുന്നത്. ആ ഒരു പോയിന്റിനോട് ഞാൻ 150% യോജിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്. ഒരു 19 കഴിഞ്ഞ് ഒരു 20, 24, 25 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മെന്റലി ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവുന്ന, തോട്ട്സിന് വരെ ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണത്. അവിടെ നമ്മുടെ ചിന്തകൾ മാറാം, നമ്മുടെ ഫിസിക്കലി ഉള്ള അപ്പിയറൻസ് മാറാം, നമ്മുടെ മെന്റാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറാം. നമ്മൾ ചിലപ്പോൾ 19ാമത്തെ വയസ്സ് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചിലപ്പോൾ 20, 21 വയസ്സ് വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെടുന്ന സാധനം ഇഷ്ടപ്പെടാതിരിക്കാം, ടേസ്റ്റ് മാറാം. അങ്ങനെ പല ഫാക്ടേഴ്സ് ഈ ഒരു സമയത്ത് ഉണ്ടാവും. സോ അതിനെപ്പറ്റിയുള്ള ഒരു കൺസേൺ ആണ് ബ്രദർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 31 വയസ്സുള്ള ഒരു പുള്ളിയുടെ കൂടെ ഇപ്പൊ പോയി 19 വയസ്സായപ്പോൾ പെൺകുട്ടി നാളെ അവരുടെ ഡിസിഷൻ മേ ബി മാറിയേക്കാം എന്നുള്ള ഒരു കൺസേൺ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വാട്ട് എവർ, നമുക്കറിയില്ല ദേവുവിന്റെ ഒപ്പീനിയൻ എന്താണ്, നമുക്കിത് കഴിഞ്ഞിട്ട് വായിക്കാം. നെക്സ്റ്റ്, ഡിഡ് വി ഫോഴ്സ് ഹർ ടു മാരി സംവൺ എൽസ്? നമ്മൾ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണ് പുള്ളി ചോദിക്കുന്നത്. നെവർ, ഇതുവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നോട്ട് ഈവൻ വൺസ്, ഒരിക്കൽ പോലും ഇല്ല. ഓൺലി അവർ കൺസേൺ വാസ് ഹെർ എഡ്യൂക്കേഷൻ ആൻഡ് ഹെർ ഫ്യൂച്ചർ. വി വാണ്ട് ഹർ ടു കംപ്ലീറ്റ് ഹെർ സ്റ്റഡീസ്, ബിൽഡ് എ കരിയർ ആൻഡ് ഹാവ് എ ബെറ്റർ ലൈഫ്. ഓക്കെ, അവരുടെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, വായിച്ചാൽ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി, അവരുടെ സ്റ്റഡീസിനെ ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ കൺസേൺ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് വി സപ്പോർട്ട് ദ റിലേഷൻഷിപ്പ്? നോ, സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷീ ഈസ് ജസ്റ്റ് 19, ഹി ഈസ് 31. ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ഏജ് ഫോർ ഹെർ ടു മാരി. 19ാമത്തെ വയസ്സ് എന്ന് പറയുന്നത് കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രായമല്ല, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹെർ ലൈഫ് ഹാഡ് ഓൺലി ജസ്റ്റ് ബിഗൺ. അവരുടെ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. അവരുടെ ഫാമിലി അത്യാവശ്യം ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നുന്നു. അവള് പഠിച്ച് വലിയൊരു നിലയിലെത്താൻ വേണ്ടിയിട്ടും അവളൊരു ഇൻഡിപെൻഡന്റ് വുമൺ ആവാൻ വേണ്ടിയിട്ടും അവർ ആഗ്രഹിച്ചിരുന്നു. ഹി പ്രപ്പോസ് ഹെർ വെൻ ഷീ വാസ് ഓൺലി 17 years. ഓക്കെ, ഈ 31 വയസ്സുള്ള വ്യക്തി 17 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്ക് അന്നേരം 29 വയസ്സ്, പിന്നെ ഇന്നേരം 17 വയസ്സ്. 29 വയസ്സുള്ള സമയത്ത് ഈ 17 വയസ്സുള്ള പെണ്ണിനെ പ്രപ്പോസ് ചെയ്തു. ക്യാൻ എ 29 years old man proposing a +2 student really be called love? How can a grown man be attracted to such a girl? ക്വസ്റ്റ്യൻ ആണ്. നല്ല വികസിച്ച മനുഷ്യൻ ഒരു കൊച്ചു പെണ്ണിന്റെ അടുത്ത് പ്രേമം തോന്നുമോ എന്നുള്ള ഒരു സംഭവമാണ് ചോദിക്കുന്നത്. ദേവപ്രിയയുടെ ഒരു വെർഷൻ ഇതല്ല. ഓക്കെ, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ബിക്കോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പോക്സോന്റെ കൺട്രി വരുന്ന സാധനമാണ്. നമ്മൾ അതിലോട്ട് ഇതിനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകണ്ട. ഈ ഒരു കാര്യത്തെ പറ്റി ചേട്ടൻ അറിഞ്ഞ സമയത്ത് വരും വരാഴികകളെ പറ്റി, കോൺസിക്വൻസ് ഇനി വരുന്നതിനെ പറ്റിയൊക്കെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. സോ അതിനുശേഷം അവള് പറഞ്ഞത് അവർ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു. സോ അതിനുശേഷം അവരൊരു ഫർദർ ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ ഫാമിലി ക്ലിയർലി ടോൾഡ് ഹെർ ദാറ്റ് ഷീ വാസ് ഫ്രീ ടു ചൂസ് ഹെർ ലൈഫ് പാർട്ട്ണർ വെൻ ദ ടൈം വാസ് റൈറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹെർ സ്റ്റഡീസ് ആൻഡ് ഗെറ്റിംഗ് എ ജോബ്. ഈവൻ മൈ ഫാദർ സെഡ് ഇറ്റ് ഓപ്പൺലി. അത്യാവശ്യം അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അവരുടെ ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനുള്ള എല്ലാ അവകാശവും അവർക്ക് അവരുടെ ഫാമിലി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് കല്യാണം വേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് അവർ നിന്നിരുന്നത്. വി ഓൾസോ സ്പോക്ക് ടു ഹിസ് ഫാമിലി ആൻഡ് എ റെസ്പെക്ട്ഫുൾ ആൻഡ് ഡിഗ്നിഫൈഡ് മാനർ. ഓക്കെ, ആ പയ്യന്റെ വീട്ടുകാരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. വൺ ഡേ ഷീ ലെഫ്റ്റ് കോളേജ് വിത്ത് ഹിം. ഒരു ദിവസം പെണ്ണ് ചെറുക്കൻ്റെ കൂടെ കോളേജിൽ പോകുന്ന വഴിക്കങ്ങ് പോയി, സ്ഥലം വിട്ടു. His entire family, his father, mother and brother switched off their phones. Planned ആയിരുന്നു കേട്ടോ. പെണ്ണ് ഒളിച്ചോടെ എല്ലാ ദിവസവും എല്ലാവരുടെയും ഫോൺ, അവന്റെ ഫാമിലിയിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. She called us once to say she was going with him and then turn off her phone, giving us no chance to talk. When we went to his house, there was no one there. It was locked. അവൾ ഒരു തവണ വിളിച്ചു, ഞാൻ അവൻ്റെ കൂടെ പോവാ എന്ന് പറഞ്ഞു. ഇവർക്ക് തിരിച്ചു പറയാനുള്ള അവസരം കിട്ടിയില്ല. അവന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴും അവിടെ ആരുമില്ല, കംപ്ലീറ്റ്ലി ലോക്ക്. അവരപ്പോഴത്തേക്ക് ഗുരുവായൂർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കല്യാണം നടത്താൻ വേണ്ടി.
മനസ്സിലായോ, അതുകൊണ്ടാണ് ലോക്ക് ആക്കിയിട്ട് സ്ഥലം വിട്ടത്. We were extremely tense. We had no idea what was happening or whether manipulation or pressure was involved, especially because she had earlier told us that the relationship had ended. Many questions were running through our minds. Very next day we saw her wedding photo. അവർ കൺഫ്യൂസ്ഡ് ആയി, അവരുടെ മൈൻഡിൽ കൂടെ കുറെ ക്വസ്റ്റ്യൻസ് പോകുന്നു. അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തെന്ന്. ദെൻ ഇവൾ ഒളിച്ചോടി പോയ സമയത്ത് അവർക്ക് മനസ്സിലായില്ല. അതിന് ഇവരുടെ ഓഫ് കോഴ്സ് ഒരു തോട്ട് ഉണ്ടാവുമല്ലോ, ഇനി ഇവൻ പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണോ ഇവളെ ഒളിച്ചോടിച്ചോണ്ട് പോയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഷറിന്റെ പുറത്താണോ കൊണ്ടുപോയെന്നുള്ള ഒരു തോട്ടൊക്കെ ഇവരുടെ ഉള്ളിൽ വന്നു. സോ അതിനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പേജിൽ അവളെ അവിടെ വീടിക്ക് വിട്ടോട്ട് അവൾ ഇനി എന്ത് വന്നാലും അവൾ തന്നെ ഫേസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ, ഇതിന് ഒരു മറുപടി ആയിട്ട് ദേവപ്രിയ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ആ ഒരു പോസ്റ്റും കൂടെ ഞാനൊന്ന് വായിക്കാം. ഓക്കെ, യെസ്, ഐ ഗോട്ട് മാരീഡ് 17/12/2025. I am Devapriya, 19 years old and a law student. My husband Jishnu K. Manoj, 31 years old and a psychologist. We met 2 years ago as a friend. My family introduced him to me. They have been friends since childhood. Over time, we spoke regularly and realized that we shared a similar interests, values and compatibility. Before entering into a relationship, we openly discussed the age difference and possible consequences. Okay, ദേവപ്രിയ പറയുന്നത് അവർ 2 കൊല്ലം മുമ്പാണ് കണ്ടുമുട്ടിയത്. ഫാമിലിയാണ് ഈ പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ ചൈൽഡ്ഹുഡ് തമ്മിൽ ചെറുപ്പം നാൾ തൊട്ടേ അവർ അറിയാവുന്ന ആളുകളാണ് ഫാമിലിയുമായിട്ട്. പിന്നെ ഇവർ തമ്മിൽ കണ്ടു, ആദ്യം ഫ്രണ്ട്സ് ആയി, പിന്നെ സംസാരിച്ചു, തോട്ട്സ് ഷെയർ ചെയ്തു. അപ്പോൾ ഇവരൊരു സിമിലർ ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വഴുതി വീഴുകയായിരുന്നു. ഈ ഒരു ഏജ് ഡിഫറൻസിനെ പറ്റിയും അവന്റെ കോൺസിക്വൻസിനെ പറ്റിയും അവർ ഓൾറെഡി സംസാരിച്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ദേവപ്രിയ പറയുന്നത്. There was no proposal or planned love story. Our friendship developed naturally. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രപ്പോസലോ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അവർ നോർമലി നാച്ചുറലി അതൊരു റിലേഷൻഷിപ്പിലോട്ട് വീഴുകയായിരുന്നു. After I became a legally recognized adult, it turned into a relationship and I decided to marry him. 18 തൊട്ട് കഴിയാൻ വേണ്ടി നിന്നേതാ കുഞ്ഞ നീ ഇത്? അതിനകത്ത് തന്നെ നിനക്ക് എത്രമാത്രം മെച്യൂരിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. മെച്യൂരിറ്റിയുടെ കാര്യം ഇനി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. The decision was entirely my own. അത് തന്നെ നല്ലതാണ്. It was not influenced, pressured or forced by anyone. അത് ഫോഴ്സ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാലും ഞാനൊരു പോസിബിലിറ്റി ചെയ്യാം. ചെറുക്കന് 31 വയസ്സ്, നിനക്ക് 19 വയസ്സ്. ഓക്കെ, നിന്റെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 20, 21 അല്ലെങ്കിൽ പിന്നെ ഒരു ജോലിയൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്ക് ഒരു 22, 23, ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത് 23 വയസ്സൊക്കെ ആവും. ഒരു ജോലിയെ കിട്ടി ഒന്ന് സ്വന്തം കാലിൽ ഒന്ന് നിൽക്കണമെങ്കിൽ ഒരു 23 വയസ്സെങ്കിലും ആവും. അപ്പോഴത്തേക്ക് ചെറുക്കന്റെ പ്രായം എത്ര? 31+4 35 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി ഇച്ചിരി പാടാണ്. ഇനി ഇതിന്റെ ഇടയിൽ കൂടെ ഈ 4ാമത്തെ കൊല്ലം ഇവളെങ്ങാനും ബ്രേക്കപ്പ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ 11 തീർന്നു. അതിന് പിന്നെ വേറെ പെണ്ണ് പോലും കിട്ടത്തില്ല. ഉള്ള കാര്യം പറയാലും സത്യമായിട്ട് 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര മാർക്കിന് ഡിമ്മ. നമ്മുടെയൊക്കെ അവസ്ഥ 32 വയസ്സായി. എനിക്കിങ്ങനെ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, വോട്ടെവർ. 35 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെണ്ണിന്റെ വീട്ടുകാരൊക്കെ വിചാരിക്കുന്നത് ഇവൻ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ആയിരിക്കും അവരൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അസംഷൻസ് ഒക്കെ വരുവാടി. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രഷറൈസ്ഡ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പോലും വെറുതെ എങ്കിലും ചെറുക്കൻ പറയാൻ എനിക്ക് 31 വയസ്സായി, നീ ഇങ്ങനെ പ്രായം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മുതുമൂത്ത് കാളയായിട്ട് ഇവിടെ ഇങ്ങനെ നിക്കത്തേ ഉള്ളു എന്നെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പറയാതിരിക്കത്തൊന്നുമില്ല. ഓക്കെ, എനിക്കൊന്ന് അവന്റെ അവസ്ഥ കൂടെ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു 19ാമത്തെ വയസ്സായപ്പോഴേ കൊച്ചിറങ്ങി പോയത്. ആസ് എ സൈക്കോളജിസ്റ്റ് ഹി ക്ലിയർലി എക്സ്പ്ലെയിൻ ദ ഇമോഷണൽ ആൻഡ് ദ ലൈഫ് ചേഞ്ച് that may occur I grow older. Okay, നല്ല കാര്യം. ഇപ്പം ലാഭമല്ലോ, സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ പിന്നെ ഉപദേശവും എല്ലാം ഒരുമിച്ച് അവിടെ നിന്ന് തന്നെ കിട്ടിക്കോളും എന്തെങ്കിലും പ്രശ്നം വന്നാലും. അത് ലാഭം കേട്ടോ. ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓൾ ഓഫ് ദീസ് ഐ ചൂസ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫുൾ അവയർനെസ്. നല്ല കാര്യം. എനി അലിഗേഷൻസ് ക്ലെയിം ദാറ്റ് മൈ ഹസ്ബൻഡ് ഇൻഫ്ലുവൻസ് മീ ബിഫോർ ഐ ബിക്കം അഡൾട്ട് ആർ കംപ്ലീറ്റ്ലി ഫോൾസ്. ഐ ഡു നോട്ട് റെപ്രസെന്റ് സച്ച് ട്രൂത്ത്. ഓക്കെ, ഇവിടെ പറയുന്നത് അഡൾട്ട് ആവുന്നതിന് മുമ്പ് ഏതെങ്കിലും ഇൻഫ്ലുവൻസ് തന്റെ ഹസ്ബൻഡ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. കൊച്ചിന് ബുദ്ധിയുണ്ട്, പോക്സോ കേസ് വരും അങ്ങനെയാണെങ്കിൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് എനി അലിഗേഷൻസ് ദാറ്റ് ക്ലെയിമിംഗ് മൈ ഹസ്ബൻഡ് ഇൻഫ്ലുവൻസ്ഡ് മീ ബിഫോർ ഐ ബിക്കം ആൻ അഡൾട്ട് ആർ കംപ്ലീറ്റ്ലി ഫാൾസ് എന്ന് എഴുതി വെച്ചു. അത് കഴിഞ്ഞ് വി വിഷ്ഡ് ടു ഹാവ് അവർ പേരൻസ് അപ്രൂവൽ. ഐ സ്പോക്ക് മൈ പേരൻസ് സെവറൽ ടൈംസ് അബൌട്ട് മൈ റിലേഷൻഷിപ്പ്. മൈ ഹസ്ബൻഡ് ഫാമിലി ആൾസോ ട്രൈഡ് റിപ്പീറ്റഡ്ലി ത്രൂ ഫോൺ കോൾസ് ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ടു സ്പീക്ക് വിത്ത് ദം. ഐ ക്ലിയർലി ഇൻഫോംഡ് മൈ പേരൻസ് ദാറ്റ് ഐ വുഡ് മാരി only after completing my education and studies. However, they did not accept their
says we are not interested to were not interested to approving the marriage. There were also several issues involved which I do not wish to make public. ഓക്കെ, ഇവരങ്ങനെ കുറെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട്. ചെറുക്കൻ്റെ വീട്ടുകാർ ഫോണിൽ വിളിച്ചു, നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം അവർക്ക് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ നിന്നത് എന്നുള്ള എൻ്റെ പേരിലാണ്. പിന്നെയും വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പബ്ലിക് ആക്കാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, whatever. After many attempts, emotional struggle and decision, we decided to get married. And after I eloped, I informed my father that I was going to get married. After the marriage, I spoke with my mother. These are facts. കൊച്ചിന് ഉത്തരവാദിത്തമുള്ള കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അച്ഛനടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ പോവാട്ടാ. കല്യാണം കഴിച്ചു കഴിഞ്ഞ് അമ്മേ ഞാൻ കെട്ടി അമ്മേ എന്ന് അമ്മയും വിളിച്ചു പറഞ്ഞു. കൊച്ചിന് ഉത്തരവാദിത്തമുണ്ട്. I did not want to enter a forced marriage. അവർ ഫോഴ്സ് ചെയ്തിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നീ അങ്ങനെയൊക്കെ പറയുന്നത്? Live an unhappy life, face divorce and then remarry. I have one life and I want to live it with peace and happiness. I value family life but wishes were not accepted. Okay, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഇതൊക്കെ വെറുതെ ചുമ്മാ തള്ളുന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ. അവരുടെ ഫാമിലി തന്നെ പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നിന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ചൂസ് ചെയ്തോ എന്ന് ഫാമിലീസ് പറയുന്നുണ്ട്. ഇപ്പൊ ഈ ചെറുക്കന്റെ വീട്ടുകാർ അവിടെ വീട്ടിൽ പോയി ആലോചിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാര്യം, ചെറുക്കൻ 10-31 വയസ്സായി, അവൻ ഇനി ഇങ്ങനെ പെണ്ണിട്ടാൻ നിൽക്കാൻ പറ്റൂ? അതുകൊണ്ടായിരിക്കും അവൻ നേരത്തെ പോയി ആലോചിക്കുന്നത്. അവന്റെ ഭാവി നോക്കണ്ടേ അവനാണെങ്കിൽ പെണ്ണെ കെട്ടിയാൻ വേണം. അവനന്ന് ഏജും ഇങ്ങനെ കൂടി പോവാണ്. കാര്യം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, കാര്യം എന്റെ സെയിം ഏജ് ആണ് അവൻ, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. ഓക്കെ, കാണുന്ന എല്ലാ എണ്ണവും വന്നിട്ട് എന്റെ മെക്കെട്ട് കയറാണ്. കെട്ടുന്നില്ലയോ? എന്റെ കസിൻ, അവളായിരുന്നു ഏറ്റവും അവസാനത്തത്, അവളും കെട്ടി. ഇനി എന്റെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ കുടുംബത്തിൽ ഇനി കെട്ടാൻ. ഞാൻ ഇങ്ങനെ മൂത്ത് ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാം ദൈവമേ സമാധാനം തരുന്നില്ല. അവിടെ കല്യാണം കൊണ്ട് കഴിഞ്ഞ് റൂമിലെത്തിയില്ല, അതിനു മുമ്പേ അനന്തു നീ കെട്ടണം എന്നും പറഞ്ഞങ്ങ് തുടങ്ങി. ചേട്ടന്മാര് മൂലയ്ക്ക് മാറ്റി നിർത്തിയിട്ട് ഉപദേശിക്കുന്നു, അപ്പാപ്പന്മാര് വേറെ സൈഡിൽ നിന്ന് ഉപദേശിക്കുന്നു. ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള പ്രഷർ, അവന്റെ പ്രഷർ എത്ര മാത്രം എനിക്ക് മനസ്സിലാവും. സ്വാഭാവികോടാ മോനെ, എനിക്ക് മനസ്സിലാവും. ആക്ടിങ് ആൻഡ് ഡാൻസിങ് are my passion and I have always worked toward personal growth. It is true that my account Devu YouTube and my journey as content. I understand that many people have genuine concern about my life. Future marriage will not affect education or career. I will complete my studies and pursue my goals. My husband family treat me like own daughter. My husband is my strength, my face. We moved further toward with confidence. However, there are also people who intentionally target and bully. Their action do not affect us. No one can destroy us. Real life or different. Judging someone solely based on real photos. Maturity cannot measured by age alone. കുഞ്ഞുമോളെ, അത് ശരിയാണ്, നീ പറഞ്ഞതിന് ഒരു ഭാഗം ശരിയാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ ഒരു 19 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നീ ഒരു 20-25 വയസ്സിന്റെ ഒരു മെച്യൂരിറ്റിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ നിന്റെ സാഹചര്യം അങ്ങനെയല്ല. നിന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ പേരൻസ്, നിനക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള നിന്റെ ചേട്ടൻ, അങ്ങനെ വലിയൊരു സ്ട്രഗിൾ ഒന്നും നിന്റെ ഒരു 19 വയസ്സ് വരെ നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു സാധാരണ ഒരു ആവറേജ് 19 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന് എത്ര മെച്യൂരിറ്റി ഉണ്ടോ ആ ഒരു മെച്യൂരിറ്റി തന്നെ നിന്റെ സംസാരത്തിൽ ഈ ഒരു എഴുതി പിടിപ്പിച്ചാൽ അത് നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു 19 വയസ്സുള്ള ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു പെങ്കൊച്ച് വന്നിട്ട് സ്റ്റേണായിട്ട് സംസാരിക്കുകയാണ്, അവൾക്ക് അതിനനുസരിച്ചുള്ള ജീവിത അനുഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഏജ് അല്ല മെച്യൂരിറ്റി എന്ന് ഞാൻ പറയും. അല്ലാതെ മുട്ടത്തോടും തലയും വെച്ചോണ്ട് പൂക്കി എന്നും പറഞ്ഞ് വന്ന് നിന്നിട്ട് മെച്യൂരിറ്റി ഏജുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വിളയെ തള്ളും. മനസ്സിലായോ? സോ ഗ്രോത്ത് and change are natural. Many marriages that meet social expectations still fails. Successful marriage depends on understanding communication. Everyone should concern share opinion both positive and negative. Thank you all comments. എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ കുറെ എക്സ്പ്ലനേഷൻ ആണ്. സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം, അത് അതിന്റെ ഇഷ്ടം നോക്കി പോയി, അത് ഇനി എന്റെ വഴിക്ക് വിട്ടേക്കുക, അക്സെപ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ വീട്ടിൽ കയറ്റാം, വേണ്ട വീട്ടിൽ കയറ്റാതിരിക്കുക. ഇനി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ആ പെങ്കൊച്ച് അനുഭവിക്കേണ്ടതാണ്. ഓക്കെ, അവിടെ സന്തോഷമാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിക്കുക എന്നുള്ളത് നല്ല കാര്യം, വളരെ നല്ല കാര്യം. അതിന്റെ ഏജ് ഡിഫറൻസ് ഒന്നും അവിടെ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു കാലത്തും ഇനി ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലം പഠിപ്പിച്ച് വളർത്തി ഫുഡും ആഹാരവും ഒന്നാണല്ലോ അത് ക്ലോത്ത്സും എല്ലാം കടച്ചാതി ഐറ്റംസും തന്ന് വളർത്തി പന പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു ദിവസം രാവിലെ ഒരുത്തന്റെ കൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മോളെ. അത് വെറും വൃത്തിയുടെ പരിപാടിയാണ്. അത് ഒരിക്കലും
ഒരിക്കലും ഒരു പേരൻസിന്റെ അടുത്തും ഒരു മക്കളും ചെയ്യാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് ഭയങ്കര റോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി നിന്റെ ജീവിതം നിനക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് എല്ലാം ഉണ്ട്, നോ ഇഷ്യൂ. നന്നായിട്ട് ജീവിക്കും. നമ്മൾ പ്രേക്ഷകർക്കും അത്രേ പറയാനുള്ളൂ. നിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്, സീരിയസ്ലി നല്ല വീഡിയോസ് ആയിരുന്നു. പക്ഷെ റിയൽ ലൈഫ് എന്ന് നീ വൺസ് അഗൈൻ തെളിയിച്ചിരിക്കുകയാണ്. കുറെ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ, ഈ കൊച്ചിനെ പറഞ്ഞുകൊണ്ട്. ഒരെണ്ണം ഞാൻ വായിക്കാം. അയ്യോ 80s 90s എല്ലാ അമ്മാവന്മാരും ആണേ പുരോഗമനം ഇല്ലേ എന്ന് 4 നേരം അമ്മാവന്മാരെ നന്നാക്കാൻ റീൽസും തൊലിച്ച് ദേ പോയേക്കുന്നു ഒരു അമ്മാവന്റെ കൂടെ, അതും ജീവിതം എന്തെന്ന് പഠിക്കാൻ തുടങ്ങിയ വയസ്സിൽ തന്നെ. സ്വന്തം കാലിൽ പോലും നിൽക്കാൻ നോക്കാതെ ഒരു ജോലിയും പോലും ഇല്ലാതെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന 2K പുരോഗമനം. അല്ലേലും സോഷ്യൽ മീഡിയ നന്മപരം പുരോഗമനം പറയുന്ന സകല എണ്ണവും വെളിവ് പോലും ഇല്ലാത്ത ഐറ്റംസ് ആയിരിക്കും. ഇമാതിരിയുള്ള കുറെ കുറിപ്പുകൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അമ്മാവന്റെ കൂടെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. 31 വയസ്സുള്ള ഏത് അമ്മാവനാടാ ഈ പറഞ്ഞവന്റെ വീട്ടിലുള്ളത്? 31 വയസ്സുള്ള ഏത് അമ്മാവനാടാ? എനിക്കത് കൊള്ളും. കാര്യം ഇവന് അമ്മാവന്റെ കൂടെ പോയെന്ന് പറയാൻ ഞാനും അമ്മാവന്റെ കാറ്റഗറി വരും. അങ്ങനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ല. അടുത്തത് അസ്ലാം മുഹമ്മദ് പറയുന്നു, അല്ല അസ്ലു മുഹമ്മദ്. പുരോഗമനമില്ല എന്ന് പറഞ്ഞ അമ്മാവന്മാരെ കളിയാക്കി വീഡിയോ ചെയ്യുന്ന കുട്ടി തന്നെ ഇപ്പോ ഒരു അമ്മാവനെ കിട്ടിയിരിക്കും. ഇവൾക്കാണെങ്കിൽ 19 വയസ്സും അവനാണെങ്കിൽ 19 വയസ്സ്. ഈ പറഞ്ഞോടെ വീട്ടിലെ അച്ഛന്റെ മെമ്പറായ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും, ഉള്ള കാര്യം പറയാം. ഇതിലും മെയിൻ 2 കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ 2 വർഷമായി പ്രണയത്തിലാണ്, അപ്പോൾ അവരുടെ വയസ്സ് 17. അടുത്തത് പുരോഗമനമില്ല എന്ന് പറഞ്ഞ് 90s കിഡ്സിനെ പരിഹസിച്ചിരുന്ന കുട്ടിയാണിത്. പേര് ദേവപ്രിയ. 90s കിഡ്സിനെ പരിഹസിച്ച് വീഡിയോ ചെയ്യലായിരുന്നു കുട്ടിയുടെ പ്രധാന കണ്ടന്റ്. ഇപ്പോഴിതാ കുട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത് കെട്ടിയ പയ്യന് വയസ്സ് 32, സോറി 31 കേട്ടോ, 32 അല്ല. ഈ കുട്ടിക്കാണെങ്കിൽ വെറും 19 വയസ്സ്. എന്ത് പാടെ എല്ലാം ഈ വയസ്സ് എന്താണ് ഇപ്പൊ പ്രശ്നം? എന്താണ് വയസ്സിന് എന്താണ് കുഴപ്പം? ചേടാ അങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യം എല്ലാം കൂടെ വായിക്കാൻ നിൽക്കും. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിനകത്ത് ഒരു നെറികെട്ട പരിപാടിയായിട്ട് ഫീൽ ചെയ്ത് ആ വീട്ടുകാരെ കളഞ്ഞിട്ട് പോകുന്നത്. അത് എനിക്ക് എങ്ങനെയൊക്കെ പറയാം, വാട്ട് എവർ അവരുടെ ലൈഫ്, നല്ല കാര്യം, നന്നായിട്ട് ജീവിക്കുള്ളൂ. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ് വേണ്ടിയ